എളവള്ളി പഞ്ചായത്തിലെ തകർന്ന പണ്ടറക്കാട് തിണ്ടി റോഡിൽ യാത്രാ ദുരിതമായി. കുഴികളിൽ വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായി. ഈ റോഡിലൂടെ ഓട്ടോറിക്ഷകൾക്ക് പോലും കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. സ്കൂൾ കുട്ടികളെയും കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഈ റോഡിൽ ഭീതിയോടെയാണ് കടന്നുപോകുന്നത്. റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ എളവള്ളി പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. 2 തവണ ഞാനിപ്പോൾ ഇവിടെ വീണിട്ട് സൈലൻസർ കാലുമ്മ തട്ടിയിട്ട് കാല് പൊങ്ങി. കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായ സംഭവമാണ്. നമുക്ക് വൈകുന്നേരം നമുക്കൊരു 7 മണിക്കൊക്കെ നമ്മൾ തിരിച്ചു വരുന്നവരാണെങ്കിൽ നമുക്കൊരു രക്ഷയില്ല. റോഡ് ഏതാ തോട് ഏതാ കുഴി ഏതാന്ന് അറിയില്ല. ഇത്രയ്ക്കധികം ശക്തിയിൽ മഴ പെയ്തിട്ട് പോലും നമുക്ക് എന്താ പറയുക അത്രയ്ക്ക് ഈ വഴി വരാനേ പറ്റാത്തൊരവസ്ഥ. നിരവധി പ്രതിഷേധ സമരങ്ങൾ നടന്ന തിണ്ടി പണ്ടറക്കാട് റോഡിനോട് പഞ്ചായത്ത് അധികൃതർ ഇപ്പോഴും കടുത്ത അനീതിയാണ് കാണിക്കുന്നത്. വാർഡ് മെമ്പറോടും പഞ്ചായത്ത് അധികൃതരോടും പലതവണ പരാതിപ്പെട്ടിട്ടും കുണ്ടും കുഴിയുമായി തകർന്ന് ശോചനീയാവസ്ഥയിലായ റോഡ് പുനർനിർമ്മിക്കാൻ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. ഇവിടെ വർഷങ്ങളായിട്ട് ആളുകൾ ഇവിടെ അത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന റോഡാണ്. ഒരു പഞ്ചായത്തിലെ ഒരാളും ഇത് തിരിച്ചു നോക്കിയിട്ടില്ല. പെടുത്തുന്നു ഇത് അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പണ്ടറക്കാട് തിണ്ടി റോഡിലെ കൾവർട്ട് ഇടിഞ്ഞിരുന്നു. തിണ്ടി പണ്ടറക്കാട് റോഡിനോടും എളവള്ളി പഞ്ചായത്ത് അധികൃതർ കാണിക്കുന്ന അവഗണന വർഷങ്ങളായി തുടരുകയാണ്. ജനങ്ങളെ വെല്ലുവിളിച്ച് റോഡിനോടുള്ള അവഗണന തുടരുകയാണെങ്കിൽ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവരെ വഴിയിൽ തടഞ്ഞ് ശക്തമായ സമരവുമായി വീണ്ടും രംഗത്ത് വരുമെന്ന് കോൺഗ്രസ് എളവള്ളി മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ പറഞ്ഞു. നിരവധി വർഷങ്ങളായിട്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു ആവശ്യമാണ് ഈ കാണുന്ന റോഡ് ഒന്ന് കൃത്യമായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതിന് നിരവധി സമരങ്ങളും നിരവധി ശുപാർശകളും നിരവധി അപേക്ഷകളും ഉണ്ടായിട്ട് പോലും അതിനെതിരെ മുഖം തിരിച്ച ആളുകളാണ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള പഞ്ചായത്ത് അധികാരികൾ. TCV ന്യൂസ്, പാവർട്ടി.